അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൻ്റെ ഈ രാവിൽ നമ്മൾ സംസാരിക്കുന്നത് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹിയെയും അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ അസ്സുനനുൽ കുബറ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തെയും അതിൽ നിന്ന് മഹാനായ ഉബാദത്ത് ഇബ്നു സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഒരു ഹദീസിനെയും സംബന്ധിച്ചാണ്. അള്ളാഹു എളുപ്പമാക്കി നൽകുമാറാവട്ടെ. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ ദിവസം ഇബ്നു ഹജർ അസ്കലാനിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധരായ ചില ശിഷ്യഗണങ്ങളെ സംബന്ധിച്ച് നമ്മൾ സ്മരിക്കുകയുണ്ടായി. അതിലൊരാളാണ് അസ്സുനനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം ഇബ്നു ഹജർ അസ്കലാനിയുടെ പ്രധാന ശിഷ്യനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസ് ലോകത്തേക്ക് ഒരുപാട് സംഭാവനകൾ സമർപ്പിച്ച ആളാണ് ഇമാം ബൈഹഖി. അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാൻ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം, അതുപോലെ തന്നെ ദലായിലുൻ നുബുവ എന്ന് പറഞ്ഞ മറ്റു കൃതികൾ, ഹദീസുകളിൽ തന്നെ ധാരാളം മറ്റു ഗ്രന്ഥങ്ങളും ഫിഖ്ഹി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമൊക്കെ ഷാഫിഈ മദ്ഹബിൻ്റെ ഏറ്റവും വലിയ അടിത്തറയായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് പറയുമ്പോൾ പല പണ്ഡിതന്മാരും പറയും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്കൊക്കെ ആ മദ്ഹബിനോട് ഒരു കടപ്പാടുണ്ട് എന്ന്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ആ മദ്ഹബിന്, ഷാഫി മദ്ഹബിന് ഇമാം ബൈഹഖിയോട് കടപ്പാടുണ്ട് എന്നുള്ള നിലക്കാണ്. ഷാഫി മദ്ഹബിലെ പല കർമ്മശാസ്ത്ര ഹുക്കുമുകൾക്കും ആധാരമാകുന്ന ഹദീസുകളെ തെരഞ്ഞുപിടിച്ച് ഇമാം ഷാഫിയുടെ റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ബലമേകുന്ന റിവായത്തുകളെ തെരഞ്ഞുപിടിച്ച് ഗ്രന്ഥം രചിച്ച ആളാണ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി. കർമ്മശാസ്ത്ര പഠനവുമായി ബന്ധപ്പെടുത്തി ഗവേഷണം നടത്തുന്ന അല്ലെങ്കിൽ പഠനം നടത്തുന്ന ഏതൊരാൾക്കും ഇമാം ബൈഹഖിയുടെ പേര് ഒരിക്കലും അവിടെ സ്മരിക്കാതെ പോകാൻ സാധിക്കുകയില്ല. ഇന്ന് ഇമാം ബൈഹഖിയെ സംബന്ധിച്ച് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് അൽ ഇമാം അൽ ഹാഫിൾ അൽ ഫഖീഹ് അബൂബക്കർ അഹ്മദ് ബിനുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു മൂസ അൽ ഖുസ്റൗജിർദി അൽ ബൈഹഖി റഹിമഹുല്ലാ. ശ്രദ്ധിച്ചൊരു പേരായിരിക്കും അൽ ഖുസ്റൗജിർദി. ഖുസ്റൗജിർദി എന്ന് പറയുന്നത് ബൈഹഖിയിലെ ബൈഹഖ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഗ്രാമമാണ്. ബൈഹഖ് എന്ന് പറയുന്നത് ഒരു നാടാണ്. അതുകൊണ്ടാണ് അൽ ബൈഹഖി എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. ആ നാട്ടിലെ ഒരു ഗ്രാമമാണ് ഖുസ്റൗജിർദ്. ആ ഖുസ്റൗജിർദിലേക്ക് ചേർത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അറിയപ്പെട്ടതും. ബൈഹഖി എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനിലെ ഒരു സ്ഥലം, നൈസാബൂറിനടുത്തുള്ള ഒരു സ്ഥലം. ഇമാം മുസ്ലിമൊക്കെ ജനിച്ച് മരിച്ച ആ നാടിനോട് അടുത്തിട്ടുള്ള ഒരു നാടാണ് ബൈഹഖ് എന്ന് പറയുന്ന നാട്. ഷാഫി മദ്ഹബിലെ പ്രമാണങ്ങളെയും ഹദീസുകളെയും ക്രോഡീകരിക്കുന്നതിലും വിശകലനം ചെയ്യുന്നതിലും അഗ്രഗണ്യനായിരുന്നു ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു അതുല്യമായ പങ്കന്നെ അദ്ദേഹത്തിൻ്റെതായി ആ ഒരു മദ്ഹബിൽ നമുക്ക് കാണാൻ കഴിയും. ഹിജറ 384 അദ്ദേഹം ഷഅബാൻ മാസത്തിൽ ജനിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഖുറാസാനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച. ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ നിലകൊണ്ട കടന്നു വന്ന ഖുറാസാൻ, ആ ഖുറാസാനി എന്നുള്ള ഒരു കീർത്തി അദ്ദേഹത്തിന് ചില ചരിത്രകാരന്മാർക്ക് നൽകുന്നുണ്ട്. കാരണം വളർച്ചയും ഒക്കെ പിന്നീട് അറിവ് നേടി തുടങ്ങിയതുമൊക്കെ അവിടെ നിന്നാണ്. 15ാമത്തെ വയസ്സ് മുതൽ ഹദീസുകൾ പഠിച്ചു തുടങ്ങി എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. ബൈഹഖിൽ നിന്ന് അറിവ് സമ്പാദിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം ഹദീസ് ശേഖരണത്തിനായി ആ കാലത്തെ പ്രധാന പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ അദ്ദേഹം നിറസാന്നിധ്യം അറിയിച്ചിരുന്നു. ബഗ്ദാദ്, നൈസാബൂർ, കൂഫ, മക്ക, മദീന തുടങ്ങിയ നാടുകളിൽ അദ്ദേഹം യാത്രകൾ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഹദീസുകൾ കേട്ടിട്ടുണ്ട്, വിജ്ഞാനം നുകർന്നിട്ടുണ്ട്. മാത്രമല്ല കർമ്മശാസ്ത്രത്തിൽ, ഫിഖ്ഹിൽ അദ്ദേഹം വലിയ അഗാധ പാണ്ഡിത്യം നേടിയെന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇമാം ബൈഹഖിക്ക് 100 കണക്കിന് ഗുരുനാഥന്മാർ, മഹാപണ്ഡിതന്മാരായ ഗുരുനാഥന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ പ്രധാനിയാണ് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ ഹാക്കിമിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വളരെ വിശദമായി സംസാരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ്, ഇമാം ബൈഹഖിയുടെ ഉസ്താദാണ്
അൽ മുസ്തദ്രക്ക് എന്ന കൃതി എഴുതിയ ഇമാം ഹാക്കിം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു തസ്തികതയെ സൂചിപ്പിക്കുന്ന നാമമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ അബു അബ്ദുറഹ്മാൻ അസ്സുലമി, അബൂബക്കർ ബിൻ ഫറൂഖ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഉസ്താദുമാരായിരുന്നു. ഇമാം ബൈഹഖിക്ക് ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. കാരണം ദൂരദിക്കുകളിലേക്കൊക്കെ അദ്ദേഹം അറിവ് ശേഖരിച്ചും അറിവ് നൽകിയുമൊക്കെ യാത്രകൾ ചെയ്തപ്പോൾ ധാരാളം ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അരികിലുണ്ടായിരുന്നു. അബുൽ മആലി അൽ ജുവൈനി അഥവാ ഇമാമുൽ ഹറമൈൻ എന്നുള്ള പേരിൽ ഷാഫി മദ്ഹബിലൊക്കെ അറിയപ്പെട്ട മഹാപണ്ഡിതനാണ്. അശ്അരി പണ്ഡിതന്മാരെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ജുവൈനിയുടെ പേരൊന്നും നമ്മൾ മറക്കൂല. ഇമാം ജുവൈനിയൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ ബിൻ അഹമ്മദ് അൽ ബൈഹഖി, ഇമാം ബൈഹഖിൻ്റെ മോനാണ് ഇസ്മായിൽ. ഇമാം ബൈഹഖിൻ്റെ ശിഷ്യഗണങ്ങളിൽ പ്രധാനിയാണ്. അബു അബ്ദില്ല അൽ ഫുറാവി ഇമാം ബൈഹഖിയുടെ മറ്റൊരു പ്രധാന ശിഷ്യനാണ്. ഞാൻ കുറച്ച് ശിഷ്യന്മാരെ പറ്റി പറഞ്ഞു, കുറച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാണ്ഡിത്യത്തിൻ്റെ വലിപ്പം വിശാലത മനസ്സിലാവാനാണ്. ഇവരൊക്കെ ഷാഫി മദ്ഹബുകളിൽ എന്നും പേരുകേട്ട മഹാപണ്ഡിതന്മാരാണ്. ഇനി ഹദീസ് വിജ്ഞാനം, ഹദീസ് വിജ്ഞാനീയ മേഖലയിൽ ഇദ്ദേഹത്തിന് ഒരുപാട് വലിയ സ്ഥാനമുണ്ട്. ഫിഖ്ഹിൽ, താരീഖിൽ, ചരിത്രത്തിൽ പണ്ഡിതന്മാരെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട കൃതികളിൽ, അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ, വിധി പറയുന്ന കാര്യങ്ങളിൽ ഒക്കെ ഇദ്ദേഹത്തിന് വലിയ അഗാധമായ വിവരമുണ്ടായിരുന്നു എന്നാണ്. ഷാഫി മദ്ഹബിനോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും കടപ്പാടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്, ഷാഫി മദ്ഹബിന് ഇദ്ദേഹത്തോടാണ് കടപ്പാട് എന്ന് പറയാൻ മാത്രം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൃതികൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളതാണ്. ഇമാം ദഹബിയാണ് ആ ഒരു സംഭവത്തെ എടുത്തുദ്ധരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ 100-ലധികം കൃതികളിൽ ഒരൊറ്റ കൃതി, അതാണ് അസുനനുൽ കുബ്ര എന്ന് പറഞ്ഞ മഹാഹദീസ് ശേഖരം. അതിനെ സംബന്ധിച്ച് നമ്മുടെ അന്നത്തെ സംസാരം. ഇദ്ദേഹത്തിൻ്റെ വേറെ കുറേ കൃതി, നേരത്തെ പറഞ്ഞ പോലെ മാരിഫത്ത് സുനനി വൽ ആസാർ എന്ന് പറയുന്ന ഒരു ഹദീസ് ഗ്രന്ഥമുണ്ട്. ദലായിലുൻ നുബുവ എന്ന് പറയുന്ന കൃതിയുണ്ട്. അൽ അസ്മാ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല സിഫാത്തുകളെ സംബന്ധിച്ച് പറയുന്ന, പരാമർശിക്കുന്ന കൃതികളുണ്ട്. അൽ ഇഅ്തിഖാദ്, ശുഅബുൽ ഈമാൻ. ശുഅബുൽ ഈമാനൊക്കെ നമ്മളൊക്കെ ഒരുപാട് ഹദീസുകൾക്കും അതിന് ചുവട്ടിൽ ഇങ്ങനെ കാണാം. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചത് എന്നൊക്കെ ചിലപ്പോൾ വായിച്ചു പോയതായി ഓർക്കുന്നുണ്ടാകും. ഹിജറ 458 ജമാദുൽ ഊല നൈസാബൂറിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെട്ടു. നൈസാബൂറിലാണ് ജനിച്ചതും മരണപ്പെടുന്നതും അവിടെ തന്നെയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം, മയ്യത്ത്, അത് നൈസാബൂറിൽ വെക്കാതെ പിന്നെ അത് കൊണ്ടുപോയത് ബൈഹഖ് എന്ന് പറയുന്ന നാട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ പിന്നെ അത് കൊണ്ടുപോയി. മറമാടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 74 വയസ്സായിരുന്നു എന്ന്. 74 വയസ്സ് ഇമാം ബൈഹഖ് ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബറ, അസുനനുൽ കുബറ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ പേര്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സുനൻ എന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളെ നമ്മൾ പറഞ്ഞു പോന്നവരാണ്. ഒരു കർമ്മശാസ്ത്രപരമായ അധ്യായങ്ങൾ നൽകിയിട്ടുള്ള, കിതാബ് ത്വഹാറ മുതൽ നൽകിയിട്ടുള്ള അധ്യായങ്ങൾ പെട്ടെന്ന് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന് തെളിവുദ്ധരിക്കാൻ പാകത്തിൽ എടുത്തുദ്ധരിക്കാനാകുന്ന ഹദീസുകളായി ഓരോ ഹദീസുകൾ അദ്ദേഹം എന്ത് ചെയ്തു, ക്രോഡീകരിച്ചു. ഷാഫി മദ്ഹബിൻ്റെ വീക്ഷണങ്ങളെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള ഹദീസുകളെയാണ് പരമാവധി അദ്ദേഹം എന്ത് ചെയ്തത്, ഈ സുനനുൽ കുബറയിൽ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാരുടെ സംസാരം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ആ ഒരു കൃതി തന്നെ രചിച്ചത് എന്നും പറയപ്പെടുന്നു. താബികളുടെയും സ്വഹാബികളുടെയും അതുപോലെ തന്നെ മറ്റുള്ള മഹാപണ്ഡിതന്മാരുടെയും എല്ലാം അഭിപ്രായങ്ങളെ അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്തു വച്ചിട്ടുണ്ട്. ഓരോ റാവിമാർക്കും വരുന്ന പോരായ്മകളെ വിശദീകരിക്കാൻ ഇദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. ഓരോ റാവിമാർക്ക് ചില കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ഇലലുകളെ, വൈരുദ്ധ്യങ്ങളെ, ഹദീസുകൾ തമ്മിലുള്ള പരമ്പരകളിലുള്ള വൈരുദ്ധ്യങ്ങളെയൊക്കെ വിശദീകരിക്കാൻ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൃതിയിൽ. ഏകദേശം 20,000-ഓളം വരുന്ന ഹദീസുകളാണ് അസുനനിലുള്ളത്. അസുനനുൽ കുബറ. നേരത്തെ പറഞ്ഞ ഇമാം തുർമുദിയുടെയും ഇമാം നസായിയുടെയും ഇമാം അബൂദാവൂദിൻ്റെയും ഒന്നും സുനനു പോലല്ല. ആ സുനൻ്റെ പ്രത്യേകത തന്നെ നമ്മളത് പറഞ്ഞതാണ്. പക്ഷേ അതിനേക്കാളും ധാരാളം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സുനനുൽ കുബറയിൽ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലുള്ള മുഴുവൻ ഹദീസുകളും സ്വഹീഹാണ് എന്ന് ആരും വാദിച്ചിട്ടില്ല. ദുർബലമായ റിപ്പോർട്ടുകളുണ്ട്. ഇമാം ദഹബിയുടേതായ ഗവേഷണങ്ങൾ നടത്തിയപ്പോഴും ഇമാം ഷാഫി ഉദ്ധരിച്ച ഹദീസുകൾ പലതും അതിൽ ദൗർബല്യം വന്നപ്പോൾ അതിനെ ശക്തിപ്പെടുത്താൻ പാകത്തിലുള്ള വേറെ പരമ്പരകളിലൂടെ ഇദ്ദേഹം ആദ്യ ഹദീസുകളെ റിവായത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിലെ പല പരമ്പരകൾക്കും അതിലെ ചില ഹദീസുകൾക്കും ദുർബലതയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ സംസാരിച്ചത് കാണാൻ കഴിയും. ഹസനായതും സ്വഹീഹായതും ദഈഫായതും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന 20,000-ഓളം ഹദീസുകളുള്ള ഈ കൃതിക്ക് സമാനമായി മറ്റൊരു സുനനില്ല എന്നാണ്
പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത് ഇമാം നബവിയ പറഞ്ഞത്. സുനനുകൾ കുറേ ഉണ്ട്, പക്ഷേ ഇമാം ബൈഹഖിൻ്റെ സുനന് പോലത്തെ ഒരു സുനനില്ല, അതിന് സമാനമായി മറ്റൊന്നില്ല എന്നാണ്, രചിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാഷ്യം. ഇമാം നബവിയെ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഇനി ഈ ഹദീസ് അല്ലേ, ഓരോ ഹദീസുകളെ സ്വീകരിക്കുമ്പോഴേ അതിൻ്റെ സ്വീകാര്യതയെ പരിഗണിച്ച് അതിനെ റിവായതകന്മാരെ കുറിച്ച് പഠിക്കാൻ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഹദീസ് വായിച്ചു, അതിൻ്റെ പരമ്പരനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ, റാവിമാരെ സംബന്ധിച്ച് നമുക്കറിയണമെങ്കിൽ സുനനുൽ ബൈഹഖി എടുത്തിട്ട് അതിലെ ഹദീസുകൾ അതിലെ റാവിമാരെയും കുറിച്ച് വായിച്ചു നോക്കിയാൽ മതി. അതിലെ റാവിമാരെ സംബന്ധിച്ച് ഇമാം ബൈഹഖി കൊടുത്ത ഉദ്ധരണികൾ വായിച്ചാൽ മതി. അതന്നെ ഒരു ഹദീസ് പഠന മേഖലയിലേക്ക് ഒരാൾക്ക് തുറവിയാകുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേറെയും കുറേ കൃതികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദലായിലുൻ നുബുവ പോലുള്ള, അതിലൊക്കെ ഹദീസുകളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ്. ഏതായാലും വല്ലാതെ വിശദീകരിക്കുന്നില്ല. ഇമാം ബൈഹഖിയുടെ ഈ സുനനിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഹദീസ് വായിക്കുകയാണ്. ആ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ഉബാദ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം. ഉബാദത്ത് ബിൻ സ്വാമിത്ത് മദീനയിലെ മഹാപണ്ഡിതന്മാരായ സ്വഹാബികളിൽ ഒരാളാണ്, അൻസാരികളിൽപ്പെട്ട ഒരാളാണ്, പ്രമുഖനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് മഹത്വം കൽപ്പിച്ചിരുന്ന, നേതൃസ്ഥാനങ്ങൾ റസൂലുള്ളാഹി ഏൽപ്പിച്ചിരുന്ന ആളുകളിൽ ഒരാളാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. രണ്ടാം അഖബ ഉടമ്പടി മുതൽ ഇസ്ലാമിലെ എല്ലാ പ്രധാന സംഭവങ്ങളിലും ഉബാദയുടെ പേരുകൾ നമുക്ക് സ്മരിക്കാനാകും. വലിയ പണ്ഡിതനായിരുന്നു, നല്ല അറിവുള്ള സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ്, ഉലമാ സ്വഹാബയിൽ ഒരാൾ. മാത്രവുമല്ല നല്ല ധീരരായ, യുദ്ധപാടവമുള്ള, യുദ്ധവൈദഗ്ധ്യമുള്ള ധീര ശൂര വീര സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. മാത്രമല്ല നല്ല സത്യസന്ധതയും എളിമയും വിനയവും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. സത്യസന്ധത എന്ന് പറയുമ്പോൾ ഭരണാധികാരികൾ പോലും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ പോലും അതിനെ ചോദ്യം ചെയ്യാൻ തൻ്റെ ഇടത്തോടെ ഒരു മടിയില്ലാതെ നിലകൊണ്ട ആളാണ് അദ്ദേഹമെന്നാണ് ഉബാദത്ത് ബിൻ സ്വാമിത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ. അദ്ദേഹം ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുന്നതിന് മുന്നേ മക്കയിലേക്ക് 6ഓളം അൻസാരികളായ മദീനക്കാരായ സ്വഹാബികൾ കച്ചവടത്തിന് വരികയും നബിയെ കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ ഫലമായി 12ഓളം ആളുകൾ മക്കയിലേക്ക് കടന്നു വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. നബിയിൽ നിന്ന് അവരൊരു ബൈഅത്തും ചെയ്തിട്ടാണ് മടങ്ങി. ഒന്നാം അഖബ ഉടമ്പടിയെ അവിടെ രേഖപ്പെടുത്തി വെക്കാൻ, അഖബ ഉടമ്പടി അല്ലേ, ആ അഖബ ഉടമ്പടിയുടെ ഫലമായി ഈ 12 പേര് മദീനയിലേക്ക് തിരിച്ചുപോയി. അവിടെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചു. എന്തിനു വേണ്ടി? മദീനക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അൻസാറുകൾക്ക് കൃത്യമായി ദിശാബോധം നൽകാൻ വേണ്ടി, അറിവ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. അങ്ങനെ ആ കൂട്ടത്തിൽ, ആ 12 പേരുടെ കൂട്ടത്തിൽ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് അല്ലേ പിന്നീട് 70ഓളം ആളുകൾ രണ്ടാം അഖബ ഉടമ്പടിയിൽ മദീനയിലേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്യുകയും ചെയ്ത സന്ദർഭം നമ്മൾ ചരിത്രത്തിൽ വായിച്ചവരാൻ. ഏതായാലും ഉബാദ റളിയല്ലാഹു അൻഹു അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്ത ബൈഅത്തിനെ സംബന്ധിച്ചാണ്, ആ ഹദീസിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇമാം മഹാനായ സഹാബി ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവായിട്ടൊക്കെ വിളിച്ചു വരുത്താറുണ്ട്. നേതാവ് അൻസാരികളെ സംബന്ധിച്ചിടത്തോളം അൻസാരികളിലെ ഓരോ ഗോത്രങ്ങൾക്കും റസൂലുള്ള ഓരോ നഖീബിനെ, ഓരോ പ്രതിനിധിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിരുന്നു. 12ഓളം പ്രതിനിധികളെ. മറ്റേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞതുപോലെ നഖീബുകളെ, നുഖബ. അതിലൊരു നഖീബ് മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആളുകളെ ഭരിക്കാനുള്ള, ആളുകളെ മേക്കാനുള്ള, ആളുകളെ നയിക്കാനുള്ള പാഠപത്തെ സൂചിപ്പിക്കുകയാണ്. ബദറിലും ഉഹദിലും ഖന്തക്കിലും അദ്ദേഹം നബിയോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ധാരാളം അറിവുകൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിനെ നന്നായി മനസ്സിലാക്കി അതിനെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഖുർആൻ പഠിപ്പിക്കാൻ റസൂലുള്ളാഹി അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി മാത്രമല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇവരുടെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ സേവനം
അവരൊക്കെ എന്ത് ചെയ്തിരുന്നു, ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്നാണ്. ഈജിപ്ത് വിജയിച്ചടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. ആ ഈജിപ്ത് കീഴടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച സൈന്യാധിപനായിരുന്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ ദിവസം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞതായിരുന്നു. ഈജിപ്ത് കീഴടക്കാൻ പോകുമ്പോൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവിടെ ഒരു പ്രതിസന്ധി നേരിട്ടു. സഹായത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ബന്ധപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് 4 പ്രധാന സേനാനായകരെ പറഞ്ഞയക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ആളുകളെ അയക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. 4 സൈന്യ അധിപതികളെ, നേതാക്കളെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. അതിലെ ഒരാൾ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. ഉബാദയെ പറ്റി അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടതാണ്. 1000 പേർക്ക് തുല്യനായി ഉബാദത്ത് റളിയല്ലാഹു അൻഹു മദി എന്നാണ്. 1000 പേർക്ക് തുല്യനായി ഒരാൾ, അത് ഉബാദയാണ് എന്ന് പറഞ്ഞു കണ്ടാണ് ഉബാദയെ പറഞ്ഞയച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ കുറേ കാലം അവിടെ സിറിയയിൽ, ഈജിപ്തിൽ ആളുകൾക്ക് പലതും പറഞ്ഞു കൊടുത്തും അദ്ദേഹം നിലകൊണ്ടു. അതിനുശേഷം സിറിയയിലേക്കും, സിറിയ കഴിഞ്ഞ് ഫലസ്തീനിലേക്കും, സിറിയയിലെ തന്നെ അന്നത്തെ ഷാമിൻ്റെ ഒരു ഭാഗമാണ് ഫലസ്തീനിലെ ഒരു കാളിയായി അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിക്കുകയും ചെയ്തു എന്നാണ്. കാരണം ശരീഅത്ത് പഠിപ്പിക്കാൻ, മതനിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അവിടുത്തെ ഒരു കാളിയായി, ജഡ്ജായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചതെല്ലാം അദ്ദേഹത്തിൻ്റെ മഹാ അറിവിനെ സംബന്ധിച്ചും നേതൃപാടവത്തെ സംബന്ധിച്ചും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. എത്ര വലിയ പദവികൾ വഹിക്കുമ്പോഴും വളരെ ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചു പോന്നിരുന്നത്. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പോലെ വളരെ ലളിതമായ, ലഘുവായ ഒരു ഭൗതിക ജീവിതത്തെ തിരഞ്ഞെടുത്തവരായിരുന്നു. അതുകൊണ്ടാണ് ആ സത്യസന്ധതയും ആ ഒരു അച്ചടക്കവും ആ നീതിയും ഉറപ്പാക്കാൻ അവർ ഒരുപാട് പരിശ്രമിച്ചത്. മുആവിയ റളിയല്ലാഹു അൻഹു സിറിയയുടെ ഗവർണറായി നിലനിൽക്കുമ്പോൾ ചില മതപരമായ വിഷയങ്ങളിൽ, കർമ്മപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് പലിശയുടെയൊക്കെ വിഷയങ്ങളിൽ അന്നേരം ഇദ്ദേഹത്തിൻ്റെതായ സ്റ്റാൻഡിൽ നിലകൊള്ളുക, സിറിയ വിട്ട് വീണ്ടും മദീനത്തേക്ക് തിരിച്ചു വരുന്നത്. കാരണം എൻ്റെ അഭിപ്രായം മാറ്റൂല, എന്നാലും ഞാൻ നാട് വിടുകയാണ് എന്നുള്ള നിലക്ക് പറഞ്ഞപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങയെപ്പോലുള്ള സത്യസന്ധരായ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ നാടിന് ആവശ്യമുള്ള ആളുകളാണ്, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്നാണ്. ഏതായാലും ബൈത്തുൽ മുഖദ്ദസിൻ്റെ അരികിൽ ബാബുർ റഹ്മ എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബർ ഇന്നും നിലകൊള്ളുന്നതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബർ ഇന്ന് അവിടെ ഉണ്ട് എന്നാണ്. ഏകദേശം ഹിജറ 34 അദ്ദേഹം മരിക്കുന്നത്. 72 വയസ്സുള്ള ഉബാദത്ത് ഇബ്നു സ്വാമിത്തിൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നും സ്മരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹം എത്തിച്ചു തന്ന ഹദീസുകളുമാണ് ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ നമ്മളെ പ്രചോദിപ്പിച്ചത്. അള്ളാഹു അവൻ്റെ എല്ലാവിധ തൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിലേക്ക് നമുക്ക് കടന്നു വരാം. ഉബാദ നേരത്തെ പറഞ്ഞതുപോലെ അത് ഉടമ്പടിയിലെ, ആ ഉടമ്പടിയിൽ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ വരികളെയാണ് അഖബ ഉടമ്പടി. ആ അഖബ ഉടമ്പടി വായിക്കുക എന്നുള്ള നിലക്ക് നമ്മൾ പറഞ്ഞത്. കാരണം ഉടമ്പടിയെ ഇന്നും ഓർത്തെടുത്ത് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്ത ആൾ, നല്ല വിവരമുള്ള ആളാണ്, പഠിപ്പിക്കാൻ നല്ല കഴിവുള്ള ആളായിരുന്നു ഉബാദ. ഇപ്പോൾ മദീനയിൽ അസ്ഹാബ് സുഫല്ലേ, വളരെ പാവപ്പെട്ട ചില സ്വഹാബികൾ അതിൻ്റെ ഒരു തണലിൽ ജീവിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആ അസ്ഹാബ് സുഫൻ്റെ ആൾക്കാർക്ക് ഖുർആനും എഴുത്തും പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്ത ആൾ ഉബാദയായിരുന്നു എന്നുള്ളത്. ഞാനിപ്പോൾ അത് ഓർക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല കഴിവുള്ള ആളാണ്, നല്ലൊരു അധ്യാപകനാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു എന്ന. ഏതായാലും ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലെ ഹദീസ് നമുക്ക് വായിക്കാം. أخبرنا أبو عبد الله الحافظ قال حدثنا أبو العباس محمد بن يعقوب قال حدثنا الحسن بن علي بن عفان العامدي قال حدثنا أبو أسامة عن هشام بن عروة عن أبيه عروة بن عبد الله بن زبير عن عبادة بن الصامت رضي الله عنه قال ഈ പരമ്പര മുഴുവൻ വായിച്ചിട്ട് ആ പരമ്പര എത്തിയതാരിലേക്കാണ്. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, അസ്സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ബായഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബായഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഞങ്ങൾ ബൈഅത്ത് ചെയ്തു, ഞങ്ങൾ ഉടമ്പടി കരാറിൽ ഏർപ്പെട്ടു. അലാ അല്ലാ നുശ്രിക ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ ഒന്നിനെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾ അവിടെ പ്രഖ്യാപിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നമ്മൾ പ്രഖ്യാപിക്കേണ്ട വരികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവർ കൊടുത്ത വാക്കാൻ
മരണം വരെ നമ്മൾ കൊടുക്കേണ്ട വാക്കും അതാണ്, അല്ല നുശിരിക ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. തൗഹീദുർ റുബൂബിയ്യയാവട്ടെ, ഉലൂഹിയ്യയാവട്ടെ, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നാമഗുണ വിശേഷണങ്ങളാവട്ടെ, അതിൻ്റെ ഒരു ഭാഗങ്ങളിലും ഒരു തരി പങ്കു ചേർക്കാൻ ഞങ്ങൾ ഒരിക്കലും ഒരുക്കമല്ല എന്ന പ്രഖ്യാപനം. മാത്രമല്ല വല അനസിരിക്ക, ഞങ്ങൾ മോഷ്ടിക്കുകയില്ല, കള്ളം കട്ടെടുക്കൂല, ആരാൻ്റെ മുതലിനെ ഞങ്ങൾ മോഷ്ടിക്കൂല. വല നസ്നി, ഞങ്ങൾ വ്യഭിചരിക്കുകയുമില്ല, ആ മ്ലേച്ഛതയിലേക്ക് ഞങ്ങൾ അടുക്കുകയുമില്ല. വല നഖ്തുൽ ഔലാദന, ഞങ്ങളുടെ മക്കളെ ഒരിക്കലും കൊല ചെയ്യുകയില്ല. അല്ലേ, പലപ്പോഴും പട്ടിണി ഭയന്ന് കൊല ചെയ്യുന്ന ആളുകളുണ്ട്. വല തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ്. മാത്രമല്ല ചിലർ ദുരഭിമാനം, അല്ലെ, പെൺകുട്ടികളുണ്ടായാൽ ദുരഭിമാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ അഭിമാനം ശതപ്പെടുമോ എന്ന ഭയത്താൽ എന്ത് ചെയ്യാറുണ്ട്, ദുരഭിമാന കൊലകൾ നടത്താറുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മക്കളെ കൊല്ലൂല. വലാ നഅതി ബിബുഹ്താനിൻ നഫ്തരീഹി ബൈന ഐദീന വ അർജുലിന, ഞങ്ങളുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ഒരിക്കലും കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഞങ്ങൾ മുതിരുകയില്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ കള്ളപ്രചരണം നടത്തൂല. വലാ നഅസിഹി ഫി മഅറൂഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും ഞങ്ങൾ ധിക്കരിക്കുകയുമില്ല, അല്ലേ, നന്മയുടെ വിഷയത്തിൽ ധിക്കരിക്കുകയുമില്ല. എന്നിട്ട് ഇത് പറയാനാണ് റസൂലുള്ളാഹി ചെയ്തത്, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. റസൂലുള്ളാഹി പറയാൻ ഫമൻ വഫ മിൻകും ഫഅജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും ഇതിനെ പൂർത്തീകരിച്ചാൽ, ഈ പറഞ്ഞ കരാറിലെ കാര്യങ്ങൾ, ഈ കൃത്യതയിൽ ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് കൂലിയുണ്ട്. അജ്റുഹു അലല്ലാഹ്, അയാൾക്ക് കൂലി എടുക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ ബാധ്യത അല്ല, ശരിക്കും അള്ളാഹിൻ്റെ റഹ്മത്താൻ. കൂലിരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, അള്ളാഹു കൂലി തരും. മാത്രമല്ല വമൻ അസാബ മിൻ ദാലിക ഷൈഅ, ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും തെറ്റുപറ്റിയാൽ, ഇപ്പോൾ പറഞ്ഞല്ലോ എന്ത്, ഒരിക്കലും ഞങ്ങളെ തൗഹീദിനെ പൊളിക്കൂല എന്ന് പറഞ്ഞു, വ്യഭിചരിക്കൂല എന്ന് പറഞ്ഞു, മോഷ്ടിക്കൂല എന്ന് പറഞ്ഞു, മാത്രവുമല്ല കള്ളപ്രചരണം നടത്തൂല എന്ന് പറഞ്ഞു, ഇങ്ങനെ വല്ലതും മക്കളെ കൊല്ലൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ വല്ലതും ആരെങ്കിലും ചെയ്താൽ ഫഊഖിബ ബിഹി ഫിദ്ദുനിയ, ദുനിയാവിൽ അയാൾ ശിക്ഷിക്കപ്പെടുമെന്നാണ്. ആ ഭാഗം പറയാനാണ് ഈ ഹദീസിനെ തിരഞ്ഞെടുത്തത്. ദുനിയാവിൽ അയാൾ ശിക്ഷിക്കപ്പെടും. ദുനിയാവിൽ അള്ളാഹിൻ്റെ ശിക്ഷ, അള്ളാഹു തീരുമാനിച്ച ചില ശിക്ഷാരീതി. ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞത് അവിടെ ഖിസാസാണ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രതിക്രിയ, അല്ലേ. ഒരു മുർത്തദ്ദിന്, ദീന് വിട്ട ഒരാൾക്ക് പിന്നെ ഇസ്ലാമിക ഭരണകൂടം നിശ്ചയിച്ചത് അയാളെ കൊല ചെയ്യണമെന്നുള്ള നിലക്കാണ്. അന്നത്തെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ചില സാഹചര്യ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഭരണാധികാരി നിശ്ചയിക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മോഷ്ടിച്ചവൻ്റെ കൈ മുറിക്കണമെന്നാണ്, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ്, അല്ലേ, കൊലപാതകിയെ കെട്ടിത്തൂക്കണമെന്നാണ്, തലയിറക്കണമെന്നാണ്, അൽ ഖത്ലു ബിൽ ഖത്ൽ, അല്ലേ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളാണ്. ഖിസാസിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ദുനിയാവിലെ ശിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ആ ശിക്ഷാമുറകളെയാണ്, അത് അയാൾ ഏൽക്കേണ്ടി വരും. അങ്ങനെ ഒരാൾ ശിക്ഷയ്ക്ക് പാത്രമായാൽ ഫഹുവ ലഹു കഫാറ, അത് അയാൾക്കുള്ള പ്രായശ്ചിത്തമാണ്, അയാളെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയില്ലേ, മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ശുദ്ധീകരിക്കാൻ അവർ എറിഞ്ഞു കൊല്ലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല തൗബ മായിസിൻ്റെ തൗബയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു ശുദ്ധീകരണം. അപ്പോൾ ദുനിയാവിലെ ചില ശിക്ഷാരീതികൾ വിശ്വാസികൾക്കൊരു ശുദ്ധീകരണമാണ്, അതൊരു പ്രായശ്ചിത്തമാണ്. ഈ കരാറിനെ ആരെങ്കിലും തകർത്ത് കഴിഞ്ഞാൽ അവർക്ക് ദുനിയാവിൽ ശിക്ഷയുണ്ടാകുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തിയത്. ഇനി വമൻ അസാബ മിൻ ദാലിക ഷൈഅൻ, ഇനി ചില ആൾക്കാർക്ക് ഈ തെറ്റുപറ്റും, പക്ഷെ സമൂഹം അറിയില്ല, ഇനി ഭരണാധികാരി അറിയില്ല, നിയമപാലകരറിയില്ല, ആരും അറിയില്ല, അല്ലേ. പല തിന്മകളും പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ സതറഹുല്ലാ, അള്ളാഹു മറച്ചു വച്ചതാണ്. അള്ളാഹു അതിനെ മറച്ചു വച്ചാൽ, നമ്മൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹു മറച്ചു വെക്കുന്നു എന്നുള്ളത് അള്ളാഹു തന്നൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കണം. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന, രഹസ്യമായും പരോക്ഷമായും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാൽ അവൻ നിങ്ങളെ മൂടി എന്നാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ അനുഗ്രഹങ്ങളുണ്ട് എന്നല്ല പറഞ്ഞത്. കാണാൻ പറ്റാത്ത അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ തിന്മകൾ അള്ളാഹു മറച്ചു വെക്കുന്നു എന്നുള്ളത്. നമ്മുടെ തിന്മകളെങ്ങാനും അള്ളാഹു പുറത്തേക്കെടുത്ത് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ലഭ്യരാകുമായിരുന്നു, അപമാനിക്കപ്പെടുമായിരുന്നു. കുടുംബത്തിൽ തലയുറത്തി നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല, സമൂഹത്തിൽ നമുക്ക് നടക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സിത്തീറൻ, അള്ളാഹു തിന്മകൾ മറച്ചു വെക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു നാമത്തെ അവൻ വലിയ ഗൗരവത്തിലെടുത്ത് ഉദ്ധരിച്ചത്.
പ്രിയപ്പെട്ടവരെ, ഉബാദ റളിയല്ലാഹു അൻഹു ലോകത്തെ പഠിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനങ്ങൾക്കെതിരെ ആരെങ്കിലും തോന്നിവാസത്തിൽ യാത്ര ചെയ്താൽ, അബദ്ധസഞ്ചാരം നടത്തിയാൽ, എന്നിട്ട് അള്ളാഹുവാണ് ആ തിന്മകൾ അവിടെ മറച്ചു വച്ചതെങ്കിൽ ഫഹുവ ഇലല്ലാഹ്, അതിൻ്റെ കാര്യം അള്ളാഹു തീരുമാനമാക്കും. അള്ളാഹുവിലേക്ക് വിടുന്നു. അള്ളാഹുലേക്കാണ്, ഭരണാധികാരിയല്ല പിന്നെ അവിടെ തീരുമാനമെടുക്കുക. കാരണം സമൂഹത്തിൽ അത് അറിഞ്ഞിട്ടില്ല. അറിയാതിരിക്കാൻ പലപ്പോഴും ശ്രമിക്കുകയാണ് റസൂലുള്ളയും സഹാബത്തും ചെയ്തത് എന്ന് പല കുറ്റങ്ങളും നബിയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട ചരിത്രങ്ങളാണ്. പക്ഷേ അള്ളാഹുലേക്ക് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാ അഫ അൻ, ഒരു പക്ഷേ അള്ളാഹ് ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹ് മാഫ് കൊടുക്കും, അള്ളാഹ് പുറത്തു കൊടുക്കും. വ ഇൻഷാ ആഖബഹു, ചിലപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അയാളെ ശിക്ഷിക്കുകയും ചെയ്യും. അയാൾക്ക് പിന്നീട് നന്നാവാനും പശ്ചാത്തപിക്കാനും മഗ്ഫിറത്തിനെ തേടാനും കാര്യങ്ങളെ കൂടുതൽ നന്നാക്കി കൊണ്ടുവരുവാനും ഇസ്ലാഹിനുമുള്ള അവസരങ്ങൾ ചിലപ്പോൾ അള്ളാഹു നൽകിയേക്കാം. അങ്ങനെ അയാൾ ആ അങ്ങേയറ്റത്തെ കുറ്റബോധത്തിൽ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം. കാരണം ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനാണ്, കരുണാനിധിയാണ്. മാത്രമല്ല യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തിന്മകളെയും പൊറുക്കുന്നവനാണ്. അല്ലാഹു ഗാഫിറു ദംബി വഖാബില തൗബ, തൗബ സ്വീകരിക്കുന്ന തിന്മ പൊറുക്കുന്ന അള്ളാഹുവാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്, കരുണാവാരിധിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ, അള്ളാഹു നൽകുന്ന അഫുവിനെ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിൻ്റെ അഫുവിനെ സംബന്ധിച്ചുള്ള വിശാലതയെ ഈ ഹദീസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിയെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ഹദീസിനെ നമ്മൾ വിശദീകരിച്ച്, ഈ ഹദീസ് ഒരിക്കലും ഇമാം ബൈഹഖി മാത്രമല്ല ഉദ്ധരിച്ചത്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ, ഇമാം നസായിയും ഇമാം തുർമുദിയും ഒക്കെ അവരുടെ സുനനുകളിൽ, എന്തിനേറെ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ജാമിഇൽ തർഗീബ് വ തർഹീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ, ഇമാം മുന്തിരിയുടെ ഒരു തഹ്ഖീഖ് ചെയ്ത വിഷയം, ഒരു ഗ്രന്ഥം തർഗീബ് വ തർഹീബ്, ആ ഗ്രന്ഥത്തിലും ഇമാം അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച് കൊണ്ടുവന്ന ഹദീസിനെയാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ, അതിർവരമ്പുകളെ സംബന്ധിച്ചുള്ള ബോധ്യം, അള്ളാഹുവിൻ്റെ തിന്മകൾ മറച്ചുവെക്കുന്ന റബ്ബിൻ്റെ നിഅമത്തിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം, അതിലേറെ റസൂലുള്ളാഹിക്ക് കൊടുത്ത വാക്കിനെ മരണം വരെ പാലിക്കണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഒക്കെ ഉണർത്തുന്ന നബി വചനത്തെയാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല ആ സ്വഹാബത്തിനോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.